Honest Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. So first question എന്ന് പറയുന്നത് what does the term resolution refer to in microscopy? So option A, the ability to distinguish between 2 points. Option B, the size of the specimen. Option C, the intensity of light. And D, magnification level. So ആദ്യം നമുക്ക് resolution എന്താണെന്നുള്ളത് നോക്കാം. So resolution എന്ന് പറഞ്ഞാൽ it is the ability to distinguish between 2 points. 2 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 2 പോയിന്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഓഫ് ദ മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമുക്ക് ഒറ്റയൊരു പോയിന്റ് ആയിട്ടേ കാണുന്നുള്ളൂ. ദറ്റ് ഈസ് ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെൻസിനുള്ള ഒരു ക്ലാരിറ്റി കുറവാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇമേജ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ജസ്റ്റ് റിസോൾവ്. തേർഡ് ഇമേജ് എന്ന് പറയുന്നത് വെൽ റിസോൾവ്. ദറ്റ് ഈസ് ഒരു 2 പോയിന്റ്സിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റി എന്ന് നമുക്ക് നോർമലായിട്ട് പറയാം. സോ റെസൊല്യൂഷൻ ഇൻ എ മൈക്രോസ്കോപ്പി റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ദ മൈക്രോസ്കോപ്പ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ 2 closely spaced objects as separate entities. So this resolution is a crucial parameter in microscopy because it determines the level of detail that can be observed in the sample. So നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മളുടെ നേക്കഡ് ഐയിൽ കാണാൻ പറ്റാത്ത സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോ ഓർഗാനിസം ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ അകത്തുള്ള ഒരു സ്ട്രക്ചർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. സോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു സെല്ല് കാണാൻ പറ്റും, അല്ലെങ്കിൽ സെല്ലിൻ്റെ അകത്തുള്ള ഓരോ കോമ്പണൻസ് കാണാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് നമ്മൾ ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഇതിൽ വരുമ്പം വാട്ട് ഡസ് ദ ടേം റെസൊല്യൂഷൻ റെഫർ ടു ഇൻ മൈക്രോസ്കോപ്പി വരുമ്പം ദിസ് ഈസ് ദി എബിലിറ്റി ഓഫ് ദ മൈക്രോസ്കോപ്പി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ 2 points as separate entities. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. So next one എന്ന് പറയുന്നത് which type of microscopy is often used to study the surface of materials. മൈക്രോസ്കോപ്പി പല ടൈപ്പിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇതിലുള്ള ഏത് മൈക്രോസ്കോപ്പാണ് സർഫേസ് മെറ്റീരിയൽസ്, സർഫേസ് ഒരു മെറ്റീരിയലിൻ്റെ സർഫേസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഇത് ഏത് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്? സോ ഓപ്ഷൻ എ ഉണ്ട് ഫ്ലോറസൻസ് മൈക്രോസ്കോപ്പ്, B confocal microscope, scanning electron microscope and phase contrast microscope. സോ ഇതിൽ നമുക്ക് ഈ ഓപ്ഷൻസിലുള്ള ഓരോ ഓപ്ഷൻസും നമുക്ക് നോക്കാം. ആദ്യം ഫ്ലോറസൻസ് മൈക്രോസ്കോപ്പ്. ഫ്ലോറസൻസ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു സെല്ലിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു കോമ്പണൻസോ അല്ലെങ്കിൽ ഒരു മൊളിക്യൂൾസോ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ എന്നെ നോക്കാനാണ് നമ്മൾ ഫ്ലോറസൻസ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോൺഫോക്കൽ മൈക്രോസ്കോപ്പി. കോൺഫോക്കൽ മൈക്രോസ്കോപ്പി കൂടുതലും 3D ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫോക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു 3D ഇമേജും കിട്ടും. ആൻഡ് ഓൾസോ ഒരു ഇപ്പം പൗഡർ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർഫേസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ സർഫേസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ 3D ദറ്റ് ഈസ് അതിൻ്റെ സർഫേസ് ഓഫ് ദ മെറ്റീരിയൽ ആ സർഫേസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെയിനിങ് ചെയ്യാൻ പറ്റാത്ത സെൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ, ലൈവ് ആയിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ അതിനെ നോക്കാനാണ് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻസ് എന്ന് പറയുമ്പം ഫ്ലോറസൻസ് മൈക്രോസ്കോപ്പി നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് സെൽസിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും മോളിക്യൂൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോറസൻസ്. കോൺഫോക്കൽ വിൽ ഗീവ് യു എ 3D ഇമേജ്. സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് വിൽ ഗീവ് യു സർഫേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ. ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സെൽസിനെ കാണാനോ അല്ലെങ്കിൽ സെൽസ് സ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനാണ് നമ്മൾ ലൈവ് ആയിട്ടുള്ള സെൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ
ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. സോ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് correct option, that is used to study the surface of materials. So third question എന്ന് പറയുന്നത് lipopolysaccharides in cell wall is characteristics of gram positive bacteria, gram negative bacteria, fungi or algae. So lipopolysaccharide എന്നുള്ളത് സെൽ വാളിൻ്റെ ഏത് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ വാളിലാണുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് വെച്ചാൽ ഇതാണ് അവരുടെ സെൽ വാൾ. ഇതാണ് സെൽ വാളാണ് ഇത് ഇപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത്. സെൽ വാളിൽ ലിപ്പോട്ടിക്കോയിക് ആസിഡ് ആൻഡ് ടിക്കോയിക് ആസിഡ് ആണ് ഗ്രാം പോസിറ്റീവിലുള്ളത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാസ് എ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ സെൽ വാളിൽ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൽ വാൾ കുറച്ചുകൂടെ തിന്നായിട്ടുണ്ടാവും ആൻഡ് ഇറ്റ് ഹാസ് ലിപ്പോപോളിസാക്കറൈഡ്സ് ഇൻ ദ സെൽ വാൾ. സോ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ തന്നെ ലിപ്പോപോളിസാക്കറൈഡ്സ് ഉള്ളത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ആൽഗയുടെയും ഫംഗയുടെയും സെൽ വാളിൻ്റെ സ്ട്രക്ചർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ വരുമ്പം ലിപ്പോപോളിസാക്കറൈഡ്സ് ഇൻ സെൽ വാൾ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏതാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. Next question. Growth of microbes in a solid media is identified by the formation of pellicle at the top, colonies, sediment at the bottom, turbidity. So growth of ഒരു solid mediaയിൽ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത് എങ്ങനെയെന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ പെലിക്കിൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ലിക്വിഡ് മീഡിയ ആയിരിക്കും പെലിക്കിൾ കാണുന്നത്. സോ ഗ്രോത്ത് ഒരു ലിക്വിഡ് മീഡിയയിൽ ലിക്വിഡ് ന്യൂട്രിയൻറ്റ് മീഡിയയിൽ ഓർഗാനിസം നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പെലിക്കിൾ ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് ഒരു ലെയർ ആയിട്ടായിരിക്കും മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ സാധിക്കുക. സെഡിമെൻ്റ് ആയിട്ടും കാണുന്നത് ലിക്വിഡ് മീഡിയയിലാണ്. അത് ടെസ്റ്റ് ട്യൂബ്സിലൊക്കെയാണ് കൂടുതലും വരിക. ആൻഡ് മൈക്രോ ഓർഗാനിസം കുറച്ചിട്ട് ക്ലിയർ ആയിട്ടായിരിക്കും മീഡിയ ഇനിഷ്യലി ഉണ്ടാവുക. നമ്മൾ മൈക്രോ ഓർഗാനിസം ഇനോക്കുലേറ്റ് കഴിയുമ്പം അത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്രോ ആകുമ്പോൾ ഇതേപോലെ ആ ക്ലിയർ ആയിട്ടുള്ള മീഡിയ ടർബിഡ് ആവും. സോ ദാറ്റ് ഈസ് ദീസ് ആർ ഓൾ ഇൻ ലിക്വിഡ് മീഡിയ. സോളിഡ് മീഡിയയിലാണ് ഇതേപോലെ ഓരോ ഡോട്ടും എന്താണ്? കോളനീസ് ആണ്. കോളനീസ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് ഈ കോളനി എന്ന് പറയുന്നത്. സോ സോളിഡ് മീഡിയയിലാണ് മൈക്രോ ഓർഗാനിസം വിൽ അപ്പിയർ ആസ് colonies. So നമ്മുടെ question എന്തായിരുന്നു? Growth of microorganisms in a solid media is identified by the formation of colonies. Colonies is the right answer. Next question. Total magnification is obtained by. ഇത് മൈക്രോസ്കോപ്പിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു സാമ്പിളിനെ അല്ലെങ്കിൽ ഒരു സെല്ലിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് എത്ര ടൈംസ് മാഗ്നിഫൈ ആയി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് മാഗ്നിഫയിങ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫയിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഐ പീസിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ കണ്ടൻസർ ലെൻസിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ബോത്ത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐ പീസിൻ്റെയും മാഗ്നിഫയിങ് പവർ. സോ നമുക്ക് നോക്കാം. ഇതാണ് ഒരു മൈക്രോസ്കോപ്പ്. സോ മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് എന്ന് പറയുന്നത് ഇതും ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ദർ ആർ ഡിഫറെൻറ്റ് മാഗ്നിഫിക്കേഷനിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. സോ ഈ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നിഫയിങ് പവർ ഓഫ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. സോ ഐ പീസ് മാഗ്നിഫിക്കേഷൻ മിക്ക മൈക്രോസ്കോപ്പിൻ്റെയും 10x ആയിരിക്കും. ഓക്കെ. ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് പല ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് അവൈലബിൾ ആണ്, പല മാഗ്നിഫിക്കേഷനിലുള്ളത്. സോ 4x ഉണ്ട്, 10x ഉണ്ട്, 40x ഉണ്ട് ആൻഡ് 100x. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം 4x ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളതും ഐ പീസ് 10x ആണെങ്കിൽ സോ 4 10s are 40. അതേപോലെ 10x മാഗ്നിഫിക്കേഷനിലുള്ള ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഐ പീസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10x തന്നെയായിരിക്കും. സോ 10 10s are 100. സോ 100 ആയിരിക്കും അതിൻ്റെ മാഗ്നിഫിക്കേഷൻ, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിമിലർലി 40x ആണെങ്കിൽ 400x ആണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. 100x യൂഷ്വലി നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കാണുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് 100xലൂടെയാണ്. സോ 100x വരുമ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി 1000. സോ
നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ എന്താണ്? ഇറ്റ് ഈസ് ദ മാഗ്നിഫൈയിങ് പവർ ഓഫ് ബോത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെയിനിങ് റിയേജൻസ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. അതായത് ബാക്ടീരിയനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. നേരത്തെ നമ്മൾ സെൽ വാൾ ഓഫ് ബാക്ടീരിയയിലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ലിപ്പോ പോളിസാക്കറൈഡ്സ് ഏത് ബാക്ടീരിയയുടെ സെൽ വാളാണ്? സോ നമ്മൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ലിപ്പോ പോളിസാക്കറൈഡ്സ് ഉള്ളത് ഗ്രാം നെഗറ്റീവിലാണ്. അതേപോലെ ആ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡാണ് ഈ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ഗ്രാം സ്റ്റെയിനിങ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. സോ ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വാട്ട് ഈസ് എ ഗ്രാം സ്റ്റെയിനിങ്? ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്. സോ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഓർഡർ കുറേ സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓർഡർ നമ്മൾ ആ സാമ്പിളിനെ സ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓർഡർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇതാണ് ക്രിസ്റ്റൽ വയലറ്റ് സൊല്യൂഷൻ. ആദ്യം സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട്, ബാക്ടീരിയൽ സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് ക്രിസ്റ്റൽ വയലറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദാറ്റ് വി കീപ് ഇറ്റ് ഫോർ 30 to 1 minute. അത് കഴിഞ്ഞിട്ട് ഗ്രാംസ് അയഡിൻ ആഡ് ചെയ്യും. ഗ്രാംസ് അയഡിൻ ഇസ് കോൾഡ് ആസ് എ ഫിക്സേറ്റീവ് ഓർ മോർഡൻറ്റ്. നെക്സ്റ്റ് അത് ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സാഫ്രനിൻ ഇസ് എ കൗണ്ടർ സ്റ്റെയിൻ, ദറ്റ് ഇസ് സാഫ്രനിൻ. ഓക്കെ, സാഫ്രനിൻ ആണ് കൗണ്ടർ സ്റ്റെയിൻ എടുക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഓർഡർ. ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് ഫോർ 30 seconds to 1 minute, ഗ്രാംസ് അയഡിൻ ഫോർ 30 seconds which is a mordant, alcohol is a decolorizer, that is iodine ഒരു 30 seconds വെച്ച് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ വെച്ചിട്ട് നമ്മളത് ആ സ്ലൈഡിനെ വാഷ് ചെയ്തെടുക്കും. ദറ്റ് ഈസ് ഡീകളറൈസർ ആണ്. ആ ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളറ് ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത്. ആൻഡ് സാഫ്രനിൻ ആണ് കൗണ്ടർ സ്റ്റെയിൻ. ഫൈനലി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് സാഫ്രനിൻ. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെയിനിങ് റിയേജൻസ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദറ്റ് ഈസ് ക്രിസ്റ്റൽ വയലറ്റ്, അയഡിൻ സൊല്യൂഷൻ, ആൽക്കഹോൾ ആൻഡ് സാഫ്രനിൻ. ഇതാണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ഓർഡർ. Next question, which agar medium is commonly used for the isolation and enumeration of coliform bacteria? Coliform bacteria ne isolate cheyanum adu etra ഉണ്ട് ഒരു സാമ്പിളിൽ കോളിഫോം, മേ ബി വെൽ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സാമ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു ഫുഡ് സാമ്പിളിൽ എത്ര കോളിഫോംസ് ഉണ്ട്. അത് കോളിഫോം മേ ബി വാട്ടറിലാണെങ്കിലും ഫുഡാണെങ്കിലും അതിലെന്താണ് പല ടൈപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ടാകും. പക്ഷെ അതിൽ കോളിഫോം ആണോ എന്നറിയാൻ വേണ്ടിയിട്ടും ആ കോളിഫോംസ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വളർത്തണം. ആ വളർത്തുന്ന മീഡിയ ഏതാണെന്നാണ് ചോദ്യം. സോ മക്കോങ്കീസ് അഗാർ, ബ്ലഡ് അഗാർ, സെബറോത്സ് അഗാർ ആൻഡ് മാനിറ്റോൾ സോൾട്ട് അഗാർ, ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. സോ മക്കോങ്കീസ് അഗാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലക്റ്റീവ് ആൻഡ് differential medium used for the isolation and differentiation of enteric bacteria. Okay, enteric bacteria, that is particularly Enterobacteriaceae and coliform bacteria. So meconicis agar is a selective and differential media for coliform bacteria. വേറെ ഓപ്ഷൻസ് എന്താണെന്നൂടെ നോക്കാം. ബ്ലഡ് അഗാർ ഉണ്ട്. ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് എൻറിച്ച്ഡ് മീഡിയ ആണ് ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് അഗാറിൽ ഏത് ബാക്ടീരിയ ആണെങ്കിലും ഫംഗൈ ആണെങ്കിലും അതിനെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്തെടുക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ബ്ലഡ് അഗാർ. സെബറോത്സ് അഗാർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഓർഗാനിസമും ഇല്ല, ഏത് ഓർഗാനിസം ആണോ നമുക്ക് വേണ്ടത്. ഇപ്പം സെബറോത്സ് അഗാർ എന്ന് വെച്ചാൽ ഫംഗസും ഈസ്റ്റും വളരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്, അതിൽ വേറെ ബാക്ടീരിയ ഒന്നും വളരത്തില്ല. സോ ദാറ്റ് ഈസ് സെബറോത്സ് അഗാർ. മക്കോങ്കീസ് അഗാറും അതേപോലെ തന്നെ കോളിഫോം ബാക്ടീരിയയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു മീഡിയ ആണ്. ദാറ്റ് ഈസ് ആ മീഡിയ കോമ്പോസിഷൻ ഈസ് പർട്ടിക്കുലർലി ഫോർ coliform bacteria. അതേപോലെയാണ് സെബറോത്സ് അഗാർ, the media composition is particularly for yeast and fungus. Next one, mannitol salt agar ആണ്. This is a selective and differential media used for Staphylococcus aureus. So Staphylococcus aureus നെ വളർത്തണമെങ്കിൽ you can use mannitol salt agar. So the right option in this question is that is the media used for isolation and enumeration of coliform bacteria is Meconicis agar. So next question,
The portion of the growth curve where rapid growth of bacteria is observed is known as, that is 4 option under, lag phase, logarithmic phase, stationary phase and decline phase. So നമുക്ക് ആദ്യം ഗ്രോത്ത് കർവ് എന്താണെന്ന് നോക്കാം. ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്ത് കർവിൽ 4 ഫേസസ് ഉണ്ട്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഫേസസ് ഓഫ് ഡിക്ലൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിലേത് ഫേസിലാണ് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഉള്ളത് എന്നാണ്. സോ ലാഗ് ഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ്, ആ മൈക്രോ ഓർഗാനിസം ജസ്റ്റ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ആവത്തേ ഉള്ളൂ, നമ്പർ ഒന്നും ഇൻക്രീസ് ആയില്ല. നമ്മൾ എത്ര മൈക്രോ ഓർഗാനിസം ആണോ ഇട്ട് ആ മൈക്രോ ഓർഗാനിസം ആ മീഡിയയിൽ ജസ്റ്റ് അഡാപ്റ്റ് ആവുകയാണ്. ആ മീഡിയയിലും ആ എൻവയൺമെൻറ്റിലും അഡാപ്റ്റ് ആവുന്ന ഒരു സമയമാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലോഗ് ഫേസ് എന്ന് പറയുന്നത് അത് അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഇൻക്രീസ് ആവുന്നതാണ്. ദാറ്റ് ഈസ് നല്ല ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തി അത് ഇൻക്രീസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലോഗ് ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ തട്ട് റീപ്രൊഡ്യൂസ് എല്ലാം ചെയ്തു എല്ലാം മെച്യൂർ ആയിട്ടുള്ള ഒരു സെൽസ് ആവുമ്പം അത് അതിൻ്റെ മെറ്റബോളിക്സിസ്, അതിന് വേണ്ട പ്രോഡക്ട്സ് അതെല്ലാം ചെയ്ത് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും മെറ്റബോളിക് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതെല്ലാം ആണ് സ്റ്റേഷനറി ഫേസിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ആ സമയത്ത് ഒരു മൾട്ടിപ്ലിക്കേഷനോ റീപ്രൊഡക്ഷനോ ഒന്നുമില്ല. നെക്സ്റ്റ് ഇസ് ഫേസ് ഓഫ് ഡിക്ലൈൻ. ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ആ സെൽസ് എല്ലാം അതിൻ്റെ ഡെത്ത് ഫേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Portion of the growth curve where rapid growth of bacteria is observed. Rapid growth of bacteria is observed in the logarithmic phase. So logarithmic phase ആണ് right option. Next question ആണ് D value represents. So D value represents the temperature at which microbial growth is inhibited. Next option is the time required to reduce the microbial population by 1 logarithmic cycle at specific temperature. Next option, the difference between thermal death point and thermal death time. And last option, time required for microbial adaptation to a new temperature. So D value in the parinada, D value is used in the context of thermal processing or sterilization cheyan venditakkana D value ennulla oru context varunathu. So it is the measure of the time required to a specific temperature to reduce the population of microorganism by 1 log cycle or 90%. So D value is commonly used to assess the heat resistance of the microorganism and effectiveness of heat treatment. നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, അതിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കമേഴ്ഷ്യലി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ മൈക്രോ ഓർഗാനിസം ഒന്നും പാടില്ല. ഡയറി പ്രൊഡക്റ്റ് ആവാം, ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ജ്യൂസ് ആണ്. സോ അതിന് എത്ര ഈ ഒരു ടെമ്പറേച്ചറിൽ അതിൽ 100 മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ, ആ ഒരു ഫ്രൂട്ട് ജ്യൂസിൽ 100 മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ 100 മൈക്രോ ഓർഗാനിസം 10 ആവാൻ, അപ്പോൾ എന്താണ് 90% റിഡക്ഷൻ ആണ്. എത്ര സമയമെടുത്തു, അതാണ് D വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ 100 അപ്പോൾ എത്ര റിഡക്ഷൻ ആണ്? 100 മൈക്രോ ഓർഗാനിസം ഉണ്ടായിരുന്നു, അതിനെ 10 ആക്കണമെങ്കിൽ എത്ര സമയമെടുത്തു എന്ന് നോക്കണമെങ്കിൽ എത്ര പെർസെൻ്റ് ആണെന്ന് അറിയാൻ എന്താണ് 100 minus 10 divided by 100 into 100 which comes to 90%. So ഈ 90%നെയാണ് നമ്മൾ 1 log റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് നമ്പർ ഓഫ് ലിവിങ് ബാക്ടീരിയ ആണ് y ആക്സിസിൽ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ലിവിങ് ബാക്ടീരിയ ഹിയർ ഇറ്റ് ഈസ് 10 lakhs ഉണ്ട്, 10 lakh, 1 lakh അങ്ങനെയാണ് അതിൻ്റെ ആ ഗ്രാഫിൻ്റെ y ആക്സിസ്. ഫ്രം 1 to 10, 10 to 100, 100 to 1000, 1000 to 10,000, 10,000 to 1 lakh and 10 lakhs. X ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റ്സ് ആണ്, ടൈം. സോ 1 to 10 എന്ന് പറയുന്നതിനെയാണ് 1 log cycle എന്ന് പറയുന്നത്. ആൻഡ് 10 to 100നെ നമ്മൾ 2 log cycle and 100 to 1000 that is 3 log cycle. Similarly 4 log cycle, 5 log cycle and 6 log cycle. So 1 log cycle എന്ന് പറയുന്നത് that is 90% of reduction ഉണ്ടെന്നാണ് പറയുന്നത്. 2 log cycle എന്ന് പറയുന്നത് from 1000 to 1 ആണ് 2 log cycle എന്ന് പറയുന്നത്. So ഈ ഒരു reduction, the time required to reduce at a specific temperature
the time required to reduce the microbial population by 90%. That is, ഒരു 100-ന്ന് 10 ആക്കാൻ അല്ലെങ്കിൽ 1000-ന്ന് 100 ആക്കാൻ എത്ര നേരം എടുക്കുന്നു എന്നുള്ളതാണ് d value represent ചെയ്യുന്നത്. 1000 എന്ന് ഉദ്ദേശിച്ചത് 1000 number of microorganisms 100 number of microorganism ആക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കുന്നു, 1000-നെ കുറച്ച് 100 ആക്കാനും എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് d value എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് d value അല്ലെങ്കിൽ d value, what that represents. So it is the time required to reduce the microbial population by 1 logarithmic cycle at a specific temperature. 1 logarithmic cycle അല്ലെങ്കിൽ അതിനെ 90% reduction എന്നും പറയും. ഓക്കെ, സോ നെക്സ്റ്റ് ഈ d വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇഫ് എ മൈക്രോ ഓർഗാനിസം ഹാസ് എ d വാല്യൂ ഓഫ് 10 minutes അറ്റ് 80 degrees Celsius. 80 degrees Celsius ഞാൻ പറഞ്ഞു, സ്പെസിഫിക് ടെമ്പറേച്ചർ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആ 100-ന്ന് 10 ആവാൻ അല്ലെങ്കിൽ 1000-ന്ന് 100 ആവാൻ എത്ര നേരം എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് 80 degrees Celsiusൽ ഇവിടെ 10 minutes ആണ്. 80 degrees Celsiusൽ ഇവിടെ 10 minutes ആണ്. സോ d80, that is 80 degrees Celsiusൽ d വാല്യൂ എന്ന് പറയും. d വാല്യൂ എപ്പോഴും എന്താണ്, ടൈമിലാണ് അത് മെഷർ ചെയ്യുന്നത്. സോ 10 minutes ആണുള്ളത്. സോ ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക് ടു അച്ചീവ് എ 6 log റിഡക്ഷൻ ഇൻ മൈക്രോബിയൽ പോപ്പുലേഷൻ. ദാറ്റ് ഈസ് 6 log റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 lakh. 1 lakhൽ നിന്ന് 10 lakhs. 6 log reduction എന്ന് പറഞ്ഞാൽ 6 zeros ഉണ്ടാവും. ദറ്റ് ഈസ് 10 lakhൽ നിന്ന് അത് 1ലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 1 log റിഡക്ഷൻ ആണ് d വാല്യൂ അല്ലേ, 1 log റിഡക്ഷൻ ആണ് d വാല്യൂ. ദറ്റ് ഈസ് അവർ പറഞ്ഞേക്കുന്നത് 10 minutes എന്നാണ്. 6 log റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അപ്പം 6 into 10, ദറ്റ് ഈസ് 60 minutes. സോ 60 minutes ആണ് ആൻസർ. സോ 100-ന്ന് 10 എടുക്കാൻ വേണ്ടിയിട്ട് 10 minutes എടുത്തെങ്കിൽ 1 lakh 6 log റിഡക്ഷൻ എന്ന് പറയുന്നത് 10 lakhs ആണ്. 10 lakhൽ-ന്ന് 1ലേക്ക് എത്താൻ എത്ര നേരം എടുക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 60 minutes. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മൈക്രോബയോളജി യൂണിറ്റിൽ നിന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ സിലബസിലെ മൈക്രോബയോളജി യൂണിറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ഇതേപോലെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസോട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സോടെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് കുറച്ചുകൂടെ നോളേജ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്ന കുറച്ച് ടോപ്പിക്സ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഏർണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ജോയിൻ ചെയ്യാനും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഈ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. താങ്ക് യു.